എല്ലാ മൃഗവും ഉണ്ട്. പന്നിയുണ്ട്, മുള്ളനുണ്ട്, കുരങ്ങുണ്ട്, കാട്ടാടുണ്ട്, മാനുണ്ട്, മ്ലാവുണ്ട്, കുരങ്ങുണ്ട്, കരിമന്തിയുണ്ട്. ഓ, ഇത് കാഴ്ചബംഗ്ലാവ് പോലെ ആയി. എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. ഉണ്ട്, പുലിയുണ്ട്, കടുവായും ഉണ്ട്. അതുകൊണ്ട് ഉണ്ട്. ഇവിടെ നമ്മുടെ പട്ടിയെ 2 പട്ടിയെ കൊണ്ടുപോയില്ല. വെക്കുന്നുമില്ല, കുറയ്ക്കുന്നുമില്ല. ഒരു ഒച്ചയും കേട്ടായിരുന്നു. ഞാൻ പറഞ്ഞു പട്ടി കടുവ കൊണ്ടുപോയ ലക്ഷണം കാണുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ കസേര ഇത് കൂട്ടി 2 കസേര ഉണ്ടായിരുന്നു. ഈ തിണ്ണ കിടന്നു 2 ചവിട്ടി ഓടിച്ചു കളഞ്ഞു. പട്ടിയെ കയറി പിടിച്ചിട്ട് അതിന്റെ ബാക്കിയായി ഇത് ഞാൻ ഇരിക്കുന്നു. പൊട്ടിച്ചതിന്റെ ബാക്കിയോ? ബാക്കി 2 മൊത്തം പോയി. ഇവിടെ വന്ന് ഞങ്ങൾ പറഞ്ഞു, ചേട്ടാ അപ്പുറം ആനയുണ്ട്, ഇതിലെല്ലാം പോയിട്ടുണ്ട്, അവിടെയെല്ലാം തോടിയൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. ആനപ്പള്ളി കാണുന്നില്ല, ഈ വടിക്കുന്ന കേൾക്കുന്നുള്ളൂ. എത്ര തെങ്ങുണ്ടെന്നറിയോ? 20 തെങ്ങുണ്ട്. ഒരൊറ്റ തേങ്ങ കിട്ടുന്നില്ല. മുഴുവനും കുരങ്ങ് പറിച്ചു, അണ്ണാനും പറിച്ചു കളയാം. ഈ 4000 രൂപയും കൊണ്ടാണ് ഞങ്ങൾ ഈ ജീവിക്കുന്നത്. ഈ 5-6 കൊല്ലമായിട്ട്. ഗ്യാസ് അടുപ്പില്ല? ഗ്യാസ് അടുപ്പുണ്ട്. അതിപ്പോ ഗ്യാസ് തീർന്ന പിന്നെ എല്ലാം ചെയ്യാൻ പറ്റും. നമ്മുടെ പിന്നെ 1500 രൂപ ഉണ്ടെങ്കിലേ ഗ്യാസ് കിട്ടുള്ളൂ. 800 രൂപ കണ്ടു കൊടുക്കണ്ടേ? 800 900 രൂപ കൊടുക്കണം. ഉച്ചയ്ക്ക് കൊടുക്കണം. അതിവിടെ കൊണ്ടിരുന്നതിന് 600 രൂപ കൊടുക്കണം. ഓ, എത്ര 600 രൂപ മേടിക്കുന്നുണ്ടല്ലേ? നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂർ പഞ്ചായത്തിലെ ചപ്പമല എന്ന് പറയുന്ന പ്രദേശത്താണ്. ഈ ഒരു പ്രദേശം എന്ന് പറയുന്ന ഒരു മലയോര മേഖലയാണ്. കൊട്ടിയൂർ പഞ്ചായത്തിൻ്റെ ഒക്കെ ഏറ്റവും മുകളിൽ ടോപ്പിലായിട്ട് നിൽക്കുന്ന ഒരു പ്രദേശമാണ്. നല്ല ഒരു മലയൊക്കെ കയറിയാണ് ഞാൻ ഈ ഒരു പ്രദേശത്ത് എത്തിയിരിക്കുന്നത്. ഇവിടെ ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രദേശത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിരന്തരമായിട്ട് കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഈ ഒരു പ്രദേശത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാട്ടാന ഇറങ്ങിയിരുന്നു. അപ്പോൾ ആളുകളുടെ കൃഷിയിടങ്ങളിലേക്കൊക്കെ ഇറങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടുന്ന് ഒത്തിരി ആളുകളൊക്കെ ഒഴിഞ്ഞു പോയി. ഈ പ്രദേശത്തൊക്കെ ആളുകൾ താഴേക്കൊക്കെ ഒഴിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ ബാക്കി ഉള്ള താമസക്കാരൊക്കെ വലിയ ബുദ്ധിമുട്ടിലാണ്. അത്തരത്തിലുള്ള കുറച്ച് ആളുകളെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത്. ആ ഒരു പ്രദേശം ഒന്ന് കാണുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ലക്ഷ്യം കേട്ടോ. നമ്മളിപ്പോൾ കാണാം, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഈ താഴെ കാണുന്ന പ്രദേശമൊക്കെയാണ് കൊട്ടിയൂർ ടൗണും കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ പ്രദേശങ്ങളൊക്കെ. നമ്മൾ ഇത്രയും ടോപ്പിലേക്ക്, അതായത് ഏകദേശം ആ ഒരു മലയുടെ ആ ഒരു ലെവലിലേക്ക് തന്നെ നമ്മളിപ്പോൾ എത്തിയിരിക്കുകയാണ്. നല്ല ഉയരത്തിലാണ് നമ്മളുള്ളത്. ഇവിടം വരെ ടാറിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഏതായാലും ഇവിടെ അവശേഷിക്കുന്ന ആളുകൾ കുറച്ച് പേരുണ്ട്. അപ്പോൾ അവരെ ഒന്ന് നമ്മളൊന്ന് കാണുക എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. ഞാനിവിടെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് കേട്ടോ. ഇതെന്തിൻ്റെ ആണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇതിൻ്റെ അകത്തൊക്കെ നിറയെ രോമങ്ങളുണ്ട് കേട്ടോ. നിറയെ രോമങ്ങൾ കാണാം നമുക്ക് ഇതിൻ്റെ അകത്ത്. കേട്ടോ, എന്തായാലും ഇവിടെ വന്നപ്പോൾ കണ്ട കേട്ടോ. ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു ഏകദേശം ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമ്മൾ ആ ഒരു വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ആ വീട്ടിലെ കറണ്ട് ബില്ല് ഇതാക്കാനായിട്ട് KCB ഉദ്യോഗസ്ഥർ വന്നു കഴിഞ്ഞപ്പോൾ അവരാണ് ഈ ആനയെ കണ്ടത് കേട്ടോ. അങ്ങനെ ഓടി രക്ഷപ്പെടുകയായിരുന്നു. അപ്പോൾ അതിന് ശേഷമാണ് ഇവിടെ ആന ഇറങ്ങിയ കാര്യം അറിയുന്നതൊക്കെ. ഇങ്ങോട്ട് കയറി വരുമ്പോൾ കണ്ട കേട്ടോ, ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പഴയ വീടും കാണാം നമുക്ക്. അതിൻ്റെ ഇടയ്ക്കൂടെ നോക്കിയാൽ ഇവിടെയൊക്കെ ആളുകൾ പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന പ്രദേശങ്ങളാണ്. പക്ഷേ ഇപ്പം ഒന്നുമില്ല കേട്ടോ. എല്ലാവരും വിട്ടെറിഞ്ഞ്, അല്ലെങ്കിൽ ശല്യം സഹിക്കാൻ വയ്യാതെ ഇവിടുന്ന് വിട്ടെറിഞ്ഞ് പോയതാണ്. ഇലക്ട്രിക് ലൈന് മാത്രം കണ്ടാൽ മതി ഇവിടെ ആൾ താമസം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഉള്ള പ്രദേശമാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ പോകുന്ന വഴിക്കുന്നൊരു മനുഷ്യൻ പോലും ഇല്ല കേട്ടോ. വളരെ സൈലൻ്റായിട്ട് നിൽക്കുന്നതാണ്. ഇതിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവികൾ ഇറങ്ങി വരുന്ന പാടുകളാണ്. പക്ഷേ കാട്ടുപന്നിയായിരിക്കാം. നമ്മളിവിടെ വന്നപ്പോൾ കണ്ട കേട്ടോ. എന്ത് ജീവിയാണെന്ന് അറിയില്ല. ഏതായാലും എന്തോ ഒന്ന് ഇതൊക്കെ വലിച്ചു പറിച്ചിട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ആനയാകാൻ തന്നെ സാധ്യതയുണ്ട്. ആനയാണെന്ന് തന്നെ തോന്നുന്നതാണ്. പനമ്പട്ടയൊക്കെ റോട്ടിൽ കൂടെയൊക്കെ കിടക്കുന്ന കാണാം. ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ പഴയ മുകളിലേക്കൊക്കെ വീടുകളുണ്ടായിരുന്നു. അവരുടെ വീട്ടിലേക്കുള്ള സ്റ്റെപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. അതായത് എല്ലാവരും ഒഴിവായിപ്പോയി കഴിഞ്ഞപ്പോൾ ഈ സ്ഥലത്തിൻ്റെ സ്ഥിതി ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ മുകളിലൊരു വീടൊക്കെ ഉണ്ട്. പക്ഷേ ആ വീടായിരിക്കും നമ്മൾ അന്വേഷിച്ച് വന്ന വീട്. ഏതായാലും ഒന്ന് കണ്ടുപിടിക്കണം.
ഈ ഒരു പ്രദേശത്താണ് ഇന്നലെ കാട്ടാന വന്നത് കേട്ടോ. ഇതോ ഇതൊക്കെ എന്തൊക്കെയോ ജീവികളെ, എന്തോ വന്യജീവി പിടിച്ചിട്ടതിൻ്റെ രോമങ്ങളൊക്കെ ആയിട്ട് കാണുന്നത്. അതിൻ്റെ കാഷ്ടത്തിലുള്ള രോമങ്ങളാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ ഉണ്ട്. എന്നാലും ഈ വീട്ടിലേക്കൊന്ന് നമുക്കൊന്ന് കയറി നോക്കാം കേട്ടോ. അവരവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അവരോടൊന്ന് സംസാരിക്കാം. ഇറങ്ങുന്നില്ല, പെണ്ണുങ്ങളിവിടെ ഇല്ല. അവരും മരുന്നിന് പോയതാ. എന്തായിരിക്കും അത്? മനുഷ്യന്മാരാണോ നോക്കി? മനുഷ്യന്മാർ മുമ്പ് പുല്യത്താണെങ്കിൽ പോയാർന്നി അവരെങ്ങാനും ആണല്ലോ. അല്ല, മനുഷ്യന്മാരുടെ വർത്താനം കേൾക്കൂല. ഇല്ലല്ലോ, മനുഷ്യന്മാരല്ല, വേറെന്തോ ഇടയ്ക്കിടയ്ക്കേ കേൾക്കുന്നുള്ളൂ. ആ പറമ്പിൽ എന്തോ നടക്കുന്ന ഒച്ച കേട്ടോ കേട്ടോ. ഞാൻ ഇവരോട് ചോദിച്ചാൽ, ഞാനിപ്പോൾ താഴെ ഇപ്പം അങ്ങനെയൊക്കെ പിന്നെ മൃഗങ്ങളെന്തോ അല്ലേ. എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ ഇവിടെ. എല്ലാ സാധനങ്ങളും ഉണ്ട്. ഓഹോ, ആനയുണ്ട്. ആന മിനിയാന്ന് വന്നായിരുന്നു. അതിലൂടെ വഴിക്ക് ഇറങ്ങി അങ്ങനെ പോയി. ആണല്ലേ. ചേട്ടന് കണ്ണ് കാണാൻ പ്രയാസമുണ്ടല്ലേ? കണ്ണ് കാണാൻ പ്രയാസമല്ല, കണ്ണില്ല. കണ്ണിലോ? കണ്ണിനും കാഴ്ചയില്ല, ഒട്ടും കാണിയല്ല. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് മത്തായി. വീട്ടുപേര് വേന്താനത്ത്. വേന്താനത്ത്. ചേട്ടൻ എത്ര വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? ഞാനിവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് 50 വർഷമായി. 50 വർഷമായി. എത്ര വർഷമായി? കണ്ണിന് എങ്ങനെ പ്രശ്നം ഉണ്ടായിട്ട്? കണ്ണിന് പ്രശ്നം ഉണ്ടായിട്ട് 8 വർഷമായി. 8 വർഷമായി അല്ലേ. വീട്ടിലിപ്പോൾ നിങ്ങൾ ആരൊക്കെ ഉള്ള ഇപ്പം ഇവിടെ താമസിക്കും? ഞാനും പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ചെറുക്കുണ്ടായിരുന്നു. അവനിവിടെ പണിയൊന്നും ഇല്ലാത്ത കാരണം മരാട്ടിൽ പോയി. 5-6 കൊല്ലമായി അവൻ മരാട്ടിലോട്ട് പോയിട്ട്. മറ്റേ മക്കളെ ഒരാളുള്ളൂ? മക്കളാ പിന്നെ 5 പേരുണ്ട്. 5 പേര്. ബാക്കി 4 പെണ്ണുങ്ങളാ. ആണല്ലേ. എല്ലാവരും വേറെ സ്ഥലത്തേക്ക് കെട്ടിച്ചു വിട്ടു? എല്ലാവരെയും വേറെ സ്ഥലത്തോട്ട് കെട്ടിച്ചു വിട്ടു. പിന്നെ ഇവരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ പണിയില്ല, നമ്മുടെ പണി എടുക്കാൻ പറ്റാണ്ടുമായി. ആദായവും ഇല്ല. അതെ അതെ. ഉള്ള ആദായങ്ങൾ ഇവർ പണി എടുക്കണ്ടെന്ന് പറഞ്ഞ് അതങ്ങനെ ആക്കി. പറമ്പ് പിന്നെ സർക്കാർ എടുക്കുവാന്നും പറഞ്ഞ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കി. സർക്കാർ എടുക്കുവാന്ന് പറഞ്ഞോ? സർക്കാർ എടുക്കുവാന്ന് പറഞ്ഞു. ഇവിടെ ഈ കുറേ സ്ഥലങ്ങൾ എടുത്തില്ല. എടുക്കുവാന്നും പറഞ്ഞിട്ട് ഇപ്പോൾ 8 വർഷമായി. എടുക്കുവാന്നും പറഞ്ഞ് അവരെന്നിട്ട് ഇതുവരെ അതിനൊരു മറുപടിയില്ല. ഇതിന് മുകളിലേക്ക് ഒരു 5-8 10 വീട്ടുകളുടെ വീട് സ്ഥലം എടുത്തു പോയി. മുകളിലേക്ക് മുകളിലേക്ക് ഈ വഴി നമ്മുടെ സ്ഥലത്തിന്റെ മുകളിലോട്ടുള്ള സ്ഥലങ്ങൾ എടുത്തു. അപ്പൊ ഇത് ഉടനെ എടുക്കും. ഇപ്പൊ ഈ വഴിയുണ്ടല്ലോ, ഈ വഴിക്ക് മുകളിലേക്ക് നെല്ലിയോടി മുതൽ ചപ്പോല പോലെ ഇത് ഇവിടെ ഇങ്ങനെ പൊട്ടന്നോട് വരെ ഈ വഴിക്ക് മുകളിലേക്ക് ഉള്ള സ്ഥലം മുഴുവനും എടുക്കാന്നുള്ളതാണ് അവിടെ കണ്ടീഷൻ. ആ കണ്ടീഷൻ പ്രകാരം എല്ലാ ആൾക്കാരോടും പറഞ്ഞ് അവർ അപേക്ഷ കൊടുത്ത് പിടിച്ച് ഇപ്പം എടുക്കും എന്നും പറഞ്ഞ് അന്ന് തൊട്ട് പറയുന്നു. ഇപ്പം ഇതുവരെ അത് എടുത്തിട്ടില്ല. അത് കാരണം എന്ത് വേണ്ടി, നമ്മുടെ ആദായങ്ങളും മൊത്തം പോയി. നമ്മളൊരു പണി എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മളിപ്പോൾ ഒരു 10-19 വീട്ടുകാരിപ്പോൾ ഇതിനകത്ത് കുടുങ്ങി കിടക്കുക. 150 വീട്ടുകാരോ? അതിൻ്റെ ഒരു 10-15 പേരെ പിന്നെ ഒഴിവാക്കിയിട്ടുള്ളൂ. അത്ര ആൾക്കാരിൽ ബാക്കി ആൾക്കാർ മുഴുവൻ ഇവിടെ ഇതിനകത്ത് ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നു. കുറേ പേരെല്ലാം ഇട്ടിട്ട് പോയി. അത് ഇതിലെല്ലാം വീടും വാടകയ്ക്ക് മേടിച്ചു. ആന, പിന്നെ മൃഗം, കുരങ്ങ്, ഇത് മുഴുവൻ വന്ന് നമുക്ക് ഒരു സാധനം കിട്ടൂല. ഇന്നാ ഇപ്പൊ കുരങ്ങില്ലാത്ത ഇവിടെ, അല്ല ഇപ്പൊ കാണാറുണ്ട്. എല്ലാ ദിവസവും ഉണ്ടല്ലേ? എല്ലാ ദിവസവും ഉണ്ട്. ചേട്ടന് പ്രത്യേകിച്ച് ഇങ്ങനെ കണ്ണിന് പ്രശ്നം കൂടെ ഉള്ളതുകൊണ്ട് ഓടിക്കാനും ഒക്കെ ഒന്നും പ്രയാസമായിരിക്കും? ഓടിക്കാനും പറ്റുന്ന കാണുകയില്ല. പിന്നെ പെണ്ണുങ്ങളോട് ഉണ്ടെങ്കിൽ അവർ എന്തായാലും കാണിക്കും, ഓടിക്കുമ്പോൾ. പിന്നെ പിന്നെ കാര്യം ഓടിച്ചാൽ അതിന് ഇറങ്ങിപ്പോഴും. പിന്നെ അന്ന് ആനകൾ ഇവിടെ വന്നു. ഇപ്പം 3-4 പ്രാവശ്യമായി ആനകൾ ഇവരിങ്ങനെ പോകണം. ഈ ആന വരുന്നതെന്ന് നിങ്ങൾ അറിയുന്നു കാണിയല്ലേ? ആന വരുന്നത് നമ്മൾ അറിയുന്ന കാണും. നമ്മൾ നേരിട്ട് കണ്ടെങ്കിലേ അറിയുള്ളൂ. അല്ല, ഒച്ചയും കേൾക്കില്ലായിരിക്കും. ഒച്ചയും കേൾക്കില്ല. ഞങ്ങളൊന്നും മിനിഞ്ഞാന്നുള്ള ഒച്ചയില്ലായിരുന്നു. ആണല്ലേ. അത് ആരാ അത് ആദ്യം കണ്ട ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ പിന്നെ കരണ്ടിന്റെ പൈസ എടുക്കാൻ വേണ്ടി വരുന്ന അപ്പോൾ ആ ചെറുക്കൻ കയറി വരുമ്പം ഇവൻ ഇവിടെ വന്നില്ല. അവൻ നേരെ അങ്ങ് പോയി. അവിടെ 2 വീടുണ്ട്. അങ്ങോട്ട് വീടുണ്ടല്ലേ? 3 വീടുണ്ട്. അവിടെ താമസക്കാരുണ്ടോ? 3 വീടല്ല, 4 വീടുണ്ട് അവിടെ.
താമസക്കാരുണ്ടല്ലേ? അതിൽ 2 പേര് താമസമുള്ളൂ. 2 പേരിട്ടിട്ട് പോയി. അവരതിലേക്ക് വാടകയ്ക്കും അതെല്ലാം ഇട്ടിട്ട്. അപ്പൊ ആ 2 വീട്ടിലേക്ക് ഇവൻ കറണ്ടിന്റെ ബില്ലെടുക്കാൻ പോയതാ. അപ്പൊ ചെല്ലുമ്പോ ഉണ്ട്, ഈ തോട്ടുങ്കിൽ ചെല്ലുമ്പം തൂറിയിട്ടിരിക്കുന്നു. ആന അപ്പുറം നിന്ന് ഓടിക്കുന്നുണ്ട് കാട്ടില്. പുള്ളി അത് കണ്ട പാടെ ഓടി ഇവിടെ വന്നു. ഇവിടെ വന്ന് ഞങ്ങൾ പറഞ്ഞു, ചേട്ടാ അപ്പുറം ആനയുണ്ട്, ഇതിലെല്ലാം പോയിട്ടുണ്ട്, അവിടെ എല്ലാം തൂറിയൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ആനപ്പുള്ളി കാണുന്നില്ല, ഈ ഓടിക്കുന്ന കേൾക്കുന്നുള്ളൂ. ഇവിടെ വന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, അപ്പുറത്തേക്ക് വഴിയില്ല, അവിടെ 2 വീടുണ്ട്, അങ്ങോട്ട് വേറെ വഴിയില്ല, അവരുടെ ഫോണറിയാവോന്ന് ചോദിച്ചു. പിന്നെ ഞങ്ങൾ ഇവിടുന്ന് വിളിച്ചവരെ വിളിച്ചു നോക്കുമ്പോ അങ്ങോട്ട് എത്തിയിട്ടില്ല ആന. അവരറിഞ്ഞിട്ടില്ല ആരെ ഇപ്പുറം ഉണ്ടെന്നാണ്. എന്താ ഇവിടുന്ന് ഒരാൾ രാവിലെ പോവുകയും ചെയ്തു അങ്ങോട്ട്. ഇവിടുന്ന് രാവിലെ അങ്ങോട്ട് പോയി പണിക്ക്. അയാൾ കണ്ടുമില്ല. അയാള് ഇവരൊന്നും അറിയുന്നില്ല. അയാള് പോയി. അയാളെ കുരുത്തം കൊണ്ട് രക്ഷപ്പെട്ടു. അപ്പം ആ ആള് തിരിച്ചു വന്നു വൈകുന്നേരം തിരിച്ചു വന്നപ്പോ ഇവിടെ വന്ന് ഞാൻ കണ്ടായിരുന്നു. പിന്നെ നിങ്ങളോട് പറയാ, ഞങ്ങൾ പേടിക്കുന്ന ഓർത്താണ്. പുള്ളി കണ്ടായിരുന്നോ? പുള്ളി അവിടെ പഠിക്കുന്നോണ്ട് കണ്ടു. പുള്ളി അവിടെ വഴി തൂറിട്ടേക്കുന്നതൊക്കെ കണ്ടു. അപ്പൊ ആന വന്നുള്ള ഓടിക്കുന്നതൊക്കെ പുള്ളി കേട്ടു. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങൾ പേടിക്കുവാട്ടോ ഞാൻ പറയാൻ, ആന അപ്പറേ ഉണ്ടായിരുന്നു എന്തോ. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങൾ പേടിച്ചാലും പേടിച്ചിട്ടാലും ഞങ്ങളോട് പറയണ്ട. ഇങ്ങോട്ട് വന്നാലോ അല്ലേ? നമ്മൾ കണ്ണും കാലും ഒന്നും പിടിക്കുന്നില്ല, നമ്മൾ അറിയുന്നില്ലല്ലോ. അപ്പൊ ആരെങ്കിലും പറഞ്ഞ അറിയാതെ നമുക്ക് ഉടച്ചു വെക്കുവോ മേടിക്കുമോ എന്തോ ആരോടും പറയും, എന്തായാലും ചെയ്തില്ല. അപ്പൊ നിങ്ങളതെന്നാ പണിയാ കാണിച്ചെന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ പേടിക്കുവായിട്ടോ പറയാം. അപ്പുറോട്ട് 2 പേരുണ്ട്, അവരോടും പറഞ്ഞില്ല. അവിടെയാണെങ്കിൽ എന്നെപ്പോലെ ഒരു പുള്ളിയുണ്ട് അപ്പറേ, അയക്കും കണ്ണ് കുറവാ. അതും ഞങ്ങളെപ്പോലെ 2 പേരേ ഉള്ളൂ. ഈ 3 വീട്ടിൽ 2 പേരേ ഉള്ളൂ. പിള്ളേരെല്ലാം ഓരോ വഴിക്കും, അവരുടെ പിള്ളേർക്ക് ഓരോ വഴിക്കും, നമ്മുടെ പിള്ളേർ പോയവരെല്ലാവരും ഓരോ വഴിക്കും. എല്ലാവരും പോയി, കാരണന്മാർ തന്നെയായി. അങ്ങനെ പറഞ്ഞ എൻ്റെ കൊച്ച് എന്നാ പറയാ, നമ്മളോട് പേടിച്ചായിരുന്നു. ഞങ്ങളുടനെ വിളിച്ചു, ഫോറസ്റ്റിലോട്ട് വിളിച്ചു, ഫോറസ്റ്റുകാരെ വിളിച്ചു. ഫോറസ്റ്റുകാരെ വിളിച്ചപ്പോഴത്തേന് 2 ഫോറസ്റ്റുകാരനും 2 വാർഡിലെ മെമ്പർമാരും വന്നു. മെമ്പർമാർ വന്ന് ഇവരെല്ലാം ചോദിച്ച് അവർ വന്ന് മോളിൽ പോയി പിന്നെ കാട്ടോട്ട് കയറ്റി വിട്ടെന്നും പറഞ്ഞ് അവരോട് വന്നു. ഒരു ആന ഉണ്ടായിരുന്നുള്ളൂ, ചെറുതാമത്തായിരുന്നു. വലിയ ആനയല്ല, ചെറുതാന്ന് പറഞ്ഞു. ആനയല്ലേ? പിന്നെ ആനയല്ല. ഇവിടെ ഇങ്ങനെ എല്ലാ മൃഗങ്ങളും ഉണ്ടല്ലോ ഇവിടെ? എല്ലാ മൃഗവും ഉണ്ട്. പന്നിയുണ്ട്, മുള്ളനുണ്ട്, കുരങ്ങുണ്ട്, കാട്ടാടുണ്ട്, മാനുണ്ട്, പിന്നെ ബ്ലാവുണ്ട്, കുരങ്ങുണ്ട്, കരിബന്തിയുണ്ട്. ഇത് കാഴ്ചബംഗ്ലാവ് പോലെ ആയി. എല്ലാ സാധനവും ഉണ്ട് ഇവിടെ. ഇപ്പോഴായിട്ടൊന്നും കാണാത്ത, ഇപ്പൊ കാട്ടിക്കൂടെ നടക്കുന്ന എന്നാന്ന് ഇപ്പൊ കണ്ണറിയത്തില്ലാത്തതുകൊണ്ട് അറിയത്തില്ല. പുലിയുണ്ട്, കടുവായും ഉണ്ട്. ഉണ്ട് ഇവിടെ. നമ്മുടെ പട്ടിയെ 2 പട്ടിയെ കൊണ്ടുപോയില്ല കടുവ. ഈ പരിക്കാതെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരുന്ന പട്ടിയാ, വലിയ 2 പട്ടി. ഞങ്ങളന്ന് ഇതുപോലെ സുഖമില്ലാതെ, എനിക്ക് സുഖമില്ലാതെ മരുന്നിന് പോയി. അന്ന് വരാൻ പറ്റിയില്ല. പിറ്റേ ദിവസം ഭയങ്കര ഞങ്ങൾ വരുന്നു. പിറ്റേ ദിവസം മരുന്ന് നോക്കുമ്പോൾ ആന പട്ടിയെ കാണുന്നില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഈ ഞങ്ങൾ പോകുമ്പോൾ താഴത്തെ വീട്ടിലൊക്കെ പുള്ളി പോവേ, അവിടെ പോയി കിടക്കുകയൊക്കെ ചെയ്യും. അപ്പൊ അവർ ഭക്ഷണമൊക്കെ കൊടുക്കും. അപ്പൊ അങ്ങനെ അവിടെ കിടക്കും, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പോയതാന്ന് വിചാരിച്ചു. എന്നിട്ട് ഞങ്ങൾ ഇവിടെ വന്ന് വൈകുന്നേരം 2 പ്രാവശ്യം ഞാൻ വിളിച്ചു പട്ടി. വിളിച്ചന്നേരം വരും. വിളിച്ചിട്ട് പട്ടി വരുന്നില്ല. വരുന്നാമത് ഞങ്ങൾ ഒച്ച കേട്ടോ അവിടെ നിന്ന് കുരയ്ക്കും. 1.5 കുരയ്ക്കും ഒച്ച കേട്ടോ. കുരയ്ക്കുന്നുമില്ല. ഒരു ഒച്ചയും കേട്ടായിരുന്നു. ഞാൻ പറഞ്ഞു, പെണ്ണുങ്ങളോട് പറഞ്ഞു, പട്ടി കടുവ കൊണ്ടുപോയ ലക്ഷണമാണ് കാണുന്നത്, അവിടെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ ഇവര് വിളിച്ചും കയറി അവിടെ ചെന്നു. അവിടെയൊന്നും ഇല്ല പട്ടി. അങ്ങനെ നോക്കുമ്പോൾ ഈ കസേര ഇത് കൂട്ടി 2 കസേര ഉണ്ടായിരുന്നു. ഈ തിണ്ണ കിടപ്പ് 2 ചവിട്ടി ഓടിച്ചു കളഞ്ഞു, പട്ടി കയറി പിടിച്ചിട്ട്. അതിന്റെ ബാക്കിയായി ഇത് ഞാൻ ഇരിക്കുന്നു. പൊട്ടിച്ചതിന്റെ ബാക്കിയോ? ബാക്കി 2 മൊത്തം പോയി. ഇതൊക്കെ അങ്ങനെ പൊട്ടിയതാ? കൈ പിടിച്ചേക്കുന്ന സ്ഥലമൊക്കെ അല്ലേ? മൊത്തം പൊട്ടിയിരിക്കുന്നു. പൊട്ടിപ്പോയി. അത് പുലിയായിരുന്നോ കടുവയായിരുന്നോ? കടുവ, വലിയ കടുവ ആണല്ലേ? അത് ഉറപ്പിച്ച് സ്ഥിരീകരിച്ചല്ലേ? കടുവ ഇങ്ങനെ വട്ടം വരയ്ക്കാതെ കയറി പിടിക്കുള്ളൂ. നേരിട്ട് കണ്ടിട്ടുണ്ടോ കടുവ? ഇല്ല. ഇപ്പൊ ഈ 5-8 വർഷത്തിനിടയ്ക്കായിരിക്കും ഇതെല്ലാം കൂടിയല്ലേ? ഈ 5-6 വർഷത്തിനിടയ്ക്കാണ് ഇതെല്ലാം വന്നത്. അവർക്കെല്ലാം മനസ്സിലായി ഓരോ എടുക്ക പോവാ. അതാണ് എല്ലാവരും ഇറങ്ങിപ്പോക്കോളും. ആരും തടസ്സപ്പെടുത്താനില്ലെന്ന്. അതിന് ഒരു കുഴപ്പമില്ലായിരുന്നു. ഞങ്ങള് എന്തെങ്കിലും മൃഗം വന്നാ ഓടിച്ചു കഴിഞ്ഞാൽ അന്നേരം പോകും കരങ്ങൊക്കെ. നമ്മൾ കയറി ചെന്നാ മതി, ഒച്ച വെച്ച് അന്നേരം സ്ഥലം വിടുവായിരുന്നു. ഇപ്പം പോവുക. ഇപ്പം തെങ്ങ കയറി നമ്മളെ നോക്കി തേങ്ങയെല്ലാം പറിച്ചു.
പിന്നെ ഓടിക്കാൻ ഇവിടെ ആളും ഇല്ലല്ലോ അല്ലേ? ഓടിക്കാൻ ആളുമില്ല, കല്ലെടുത്തെറിഞ്ഞായിട്ട് പോവുകയില്ല. ആ ഇവിടെ ഒരു കൽമാവുണ്ട് ഇപ്പം കാഴ്ചക്കുന്നത്, അത് മൊത്തം പിഞ്ചണ്ടിയായി. ആ പിഞ്ചണ്ടി മുഴുവനും പിന്നെ മലയെണ്ണ അത് കയറി നിന്നിട്ട് അതിൻ്റെ അണ്ടി പറിച്ച് നിന്നിട്ട് അണ്ടിക്കകത്ത് ഈ പരിപ്പ് നിന്നിട്ട് താവട്ട് കിടക്കുക. ഒരു 3-4 കിലോ അണ്ടി എങ്ങനെ നമുക്ക് കിട്ടി. ഇപ്പോൾ ഒരു അണ്ടിയില്ല, എല്ലാം പിഞ്ചണ്ടിയായ അന്നേരം വന്നാൽ പറിച്ച് കളയാം. കൊണ്ടുപോലെ കൊണ്ടുപോകല്ല, പറിച്ചതിൻ്റെ അകത്ത് പരിപ്പ് നിന്നിട്ട് പോവുക. ചുരുക്കം പറഞ്ഞാൽ എല്ലാ ജീവികളും ഉണ്ട് ഇവിടെ, എല്ലാ ജീവികളും ഉണ്ട്, എല്ലാത്തിനെയും കൊണ്ടും ശല്യവും. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോഴേ 2-3 ഈ കാട്ടങ്ങൾ, ഈ എന്തിൻ്റെ വന്യജീവിയുടെ കിടക്കുന്നത്, അതിൻ്റെ അകത്ത് മൊത്തം ഈ രോമങ്ങളൊക്കെ ഉണ്ട്. എന്തിനാ പിടിച്ച് തിന്നതിൻ്റെ? എന്നാ കടുവ തന്നെയാ അത്. ആണല്ലേ? കടുവ എന്താ മൃഗത്തെ പിടിച്ച് നിന്നിട്ടാ ഈ രോമങ്ങൾ കാണുന്നത്. കടുവ ഇനി കടുവയാണ് അവിടെ നിന്ന് അതിലാണ് നടക്കുന്നതെന്നും പറയാൻ പറ്റില്ല. അവച്ചേട്ടാ നടന്നു. ഇവിടെ കറണ്ട് ഉണ്ടല്ലോ അല്ലേ? കറണ്ടുണ്ട്. കറണ്ട് ചിലപ്പം പോകും വരും. വൈകുന്നേരമാണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട്. അല്ലേ? കറണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര പേടിയാണ്. കാരണം ഒരു വെളിച്ചമില്ല, വെട്ടവുമില്ല. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ കറണ്ട് ലാഭമൊന്നും നോക്കുന്നില്ല. വൈകുന്നേരം ആകുമ്പോൾ അപ്പുറം പുറത്തെ ലൈറ്റ് ഉണ്ട്, അങ്ങോട്ട് വെക്കും അല്ലേ? താഴേക്കൊന്ന് പോകണമെന്ന് വെച്ചാൽ ഇത്രയും താഴേക്ക് പോകണല്ലേ നിങ്ങൾക്ക്? താഴേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് പോയാൽ നമ്മൾ വണ്ടി വേണം. വണ്ടി വിളിക്കും? വണ്ടി വിളിക്കും. എന്നിട്ടാണ് ഞാൻ മരുന്നിന് പോകണം. ഏതാ ജീപ്പാ? ജീപ്പ്. 600 രൂപ കൊടുക്കണം നീണ്ടോക്കി പോയി മരുന്ന് വേണ്ടി. 600 രൂപ അല്ലേ? ഓ, ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് നീണ്ടോക്കിക്ക്? 5 കിലോമീറ്റർ ഉണ്ടോ? 5 കിലോമീറ്റർ 3-4 കിലോമീറ്റർ എന്തായാലും ഉണ്ട്. 4 ഇനി 4 കിലോമീറ്ററിനാണ് ഇവർ ഈ പൈസ മേടിക്കുന്നത്. പറഞ്ഞിട്ട് ഇത്രയും കയറ്റമല്ലേ? ഓട്ടോക്കാരന് കൊടുക്കണം 150 രൂപ. ഓട്ടോ 150 രൂപയ്ക്ക് വരുമോ? ഇവിടം വരെ. ഇവിടെ വരികയല്ല, നമ്മളാ വണ്ടി കോൺക്രീറ്റ് വരെ. പിന്നെ ഇങ്ങോട്ട് നടക്കുകയും വേണം അല്ലേ? പിന്നെ ഇങ്ങോട്ട് നടക്കുകയും വേണം. പക്ഷെ നമുക്കതും പറ്റും, നടക്കാനും പറ്റില്ല. നടക്കാനും പറ്റില്ലല്ലേ? അത് കാരണം നമ്മൾ പോയാൽ ജീപ്പ് വേണം. അത് കാരണം ഞാനിങ്ങനെ എന്തെങ്കിലും ഭയങ്കര അർജൻറ്റുണ്ടെങ്കിൽ മാത്രമേ ഇതാവട്ട് പോവുള്ളൂ. ആണല്ലേ? എന്തെങ്കിലും രോഗങ്ങൾ വന്നിട്ട് പിന്നെ എന്തെങ്കിലും അവശതയായി പോയാലേ പോവുള്ളൂ. ചേച്ചിക്കും അങ്ങനെ എന്തെങ്കിലും അവശതയൊക്കെ ഉണ്ടോ? ഉണ്ട്, ചേച്ചിക്കും ഉണ്ട്. ചേച്ചിക്ക് പോയില്ല. അല്ലേ? അവർക്കും പ്രഷറുണ്ട്, ഷുഗറുണ്ട്. എന്തായാലും മലമണ്ടയ്ക്ക് നിങ്ങൾ വലിയ ബുദ്ധിമുട്ടിയല്ല ജീവിക്കുന്നത്? അല്ല, ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നും അല്ല, അതിലും വലിയ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ജീവിക്കാനൊന്നുമില്ല. അതെ അതെ, ഒരാദായവും ഇല്ല, ഒന്നുമില്ല. പിന്നെ ഇവർ തരുന്ന ഈ 2000, ഇപ്പഴാ ഈ 2000 രൂപ ആയിരുന്നു. ആ രൂപയും കൊണ്ടാണ് ഞങ്ങൾ പെൻഷൻ. 1600 രൂപയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ 2000 രൂപയ്ക്ക്. ഇപ്പൊ 2000 രൂപ ഉണ്ട്. അത് കിട്ടാൻ തുടങ്ങിയോ? അത് 2000 രൂപ വെച്ച് ഇപ്പൊ 2 മാസം കിട്ടി. അപ്പൊ ഞങ്ങൾക്ക് ഈ 4000 രൂപ കിട്ടും. ഇപ്പം ഈ 4000 രൂപയും കൊണ്ടാണ് ഞങ്ങൾ ഈ ജീവിക്കുന്നത്. ഈ 5-6 കൊല്ലമായിട്ട്. 5-6 നല്ല അതിന് മുമ്പിലത്തെ കൊല്ലമൊക്കെ ആദായങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ആവശ്യമില്ലെങ്കിലും കുറേയൊക്കെ എന്തെങ്കിലും നടന്നു പോയാൽ. ഇതിപ്പോ ഒന്നുമില്ല. പക്ഷെ ഇവര് തരം പറഞ്ഞ് പിടിപ്പിച്ചില്ല, ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ആക്കിയാണ്, എന്തെങ്കിലുമൊക്കെ കൃഷിയായിട്ട് പഠിപ്പിച്ചാണ്. കുരങ്ങ് ആനയും തിന്നാത്തൊക്കെ വിട്ട് 12 ചവിട്ടിപ്പറിച്ച് കളയുള്ളൂ. തിന്നാത്തൊക്കെ ഉണ്ടാക്കാറുണ്ട്. കുരുമുളക്, കാപ്പി, റബ്ബർ, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ നട്ടുപിടിപ്പിക്കാറുണ്ട്. അതായത് ഇങ്ങനെ എടുക്കുമെന്ന് പറഞ്ഞ് നിങ്ങളിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക അല്ലേ? പ്രതീക്ഷിക്കുക. എടുക്കാന്ന് പറഞ്ഞ ഒറ്റ പ്രദേശനാണ് ഇത്ര ആൾക്കാർ നിൽക്കുന്നത്. അവരുടെ എല്ലാം പോയി. എൻ്റെ തന്നെയല്ല, ഈ പറഞ്ഞിരിക്കുന്ന വീട്ടുകാരുടെ പിന്നെ പറമ്പ് പോയി. അത് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണാം. കൊച്ചിങ്ങോട്ട് കയറി വന്ന വഴിക്ക് മുകളിലോട്ട് എത്ര സ്ഥലങ്ങളുണ്ടോ അത് മുഴുവൻ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുക. ഒരാദായവും ഇല്ല. അതായത് കോൺക്രീറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട്? അങ്ങോട്ടും അല്ലേ? അപ്പുറത്തെ വഴി അല്ലേ? അപ്പുറത്തെ അങ്ങോട്ട് വഴിയുണ്ടല്ലോ, ആ വഴിക്ക് നേരെ അങ്ങ് പോയാല്. അതിലും താമസക്കാർ ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്ന കണ്ടു ഞാൻ കാട് പോലെ. എല്ലാം ഞാൻ പറഞ്ഞില്ല, 100-200 വീട്ടുകാരുണ്ടായിരുന്ന സ്ഥലമാണ്. അതിപ്പം പറയുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ 3-4 വീട്ടുകാരെ ഇവിടെ ഉള്ളൂ. ബാക്കി എല്ലാം പോയി. ഇവിടെ കിടന്നിട്ട് കാര്യമില്ല, പട്ടിണിയാ. പണിയെടുക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും പഠിച്ചു പോകണം. അല്ലെങ്കിൽ ഗൾഫിലുള്ള പിള്ളേരുണ്ടെങ്കിൽ അതെല്ലാം വൈദ്യം കിട്ടുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാർ ആരും ഈ കൂടെ ഇല്ല. ഒറ്റ ആൾക്കാരും ഇല്ല. ഗൾഫിൽ നിന്ന് പൈസ വരാനോ വേറെ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് പൈസ ഉണ്ടാക്കാനോ പറ്റിയ ആൾക്കാർ ആരും ഇല്ല. എല്ലാം ഈ ഉച്ചപ്പഴെടുക്കുന്ന ആൾക്കാരാ. താഴെ പോകണം, നീണ്ടു നോക്കിയില്ല പേരാവൂരോ പണി കിട്ടാൻ. അങ്ങനെയൊക്കെ പടവച്ച് ഇവിടെ വന്നിട്ട് ഇവിടെ നീണ്ടോക്കി പോകണമെങ്കിൽ വേണം, വെട്ടം വരും. അങ്ങനെ ഈ പറമ്പ് കൊണ്ട് ജീവിച്ചിരുന്ന ആൾക്കാരല്ല ഇത് മുഴുവനും. ഈ പുറത്ത് പോകാതെ ജീവിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ പെട്ടെന്ന് പുറത്തേക്ക് പണിക്ക് പോകേണ്ടി വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടല്ലേ? ഇത്ര ഇറക്കമൊക്കെ കയറി ഇറങ്ങി. അയ്യോ, അവിടെ അങ്ങ് വേറെ പണിക്ക് പോയി ചേട്ടാ, നമ്മൾ അവിടെ പോയി പണിതാൽ 100-500 രൂപയ്ക്ക് വേണ്ടിയിട്ട് എവിടെയാലും പോയി പണിതിട്ട് 500 രൂപയും മേടിച്ച് ഇവിടെ വരുമ്പോഴത്തേന് ഇതൊരു പരിചയം ബാക്കി താവട്ട് പോണെങ്കിൽ 150 കൊടുക്കണം. ഇങ്ങോട്ട് വരണമെങ്കിലും കൊടുക്കണം. അപ്പൊ ഇവർ 500 രൂപ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ട്? അങ്ങനെയാണ് നമ്മുടെ സർക്കാരിന്റെ പരിപാടി. സർക്കാർ തന്നെ എടുക്കുവാണെന്ന് പറഞ്ഞാൽ അത് എടുക്കണ്ടേ? ഇത്തരം മനുഷ്യനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യം വല്ലതുണ്ട്? ഇതൊന്നുമില്ല. ചുമ്മാ ഇങ്ങനെ വരണമാണെന്നും പറഞ്ഞ്
ഇങ്ങനെ ഭരിക്കുകയാണ്. ആർക്ക് ഭരിക്കുന്നത്, എവിടെ ഭരിക്കുന്നതെന്നൊന്നും ഒരു വെടിയില്ല. എന്നാൽ ഈ കഷ്ടപ്പെട്ട് കിടക്കുന്ന ആൾക്കാരെ നോക്കണ്ടേ, ഇങ്ങനത്തെ ആൾക്കാർ ഇവിടെ ഉണ്ടോ എന്ന് നോക്കണ്ടേ. ഈ അപേക്ഷയൊക്കെ അവരവിടെ പോയി നോക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുന്നില്ല. ഇവിടെ ഇങ്ങനെ മനുഷ്യരുണ്ടോ, ഇത് വെറുതെ പറയുന്നതാണോ എന്നിവർ അന്വേഷിക്കട്ടെ. ഇവർ ഒരുപാട് പൈസകൾ കാട്ടിക്കൂടെ കളയുന്നുണ്ട്. എന്തോരം പൈസ കാട്ടിക്കൂടെ കളയുന്നു. ലൈൻ കെട്ടിയും കട്ട കെട്ടിയും വിത്ത് കെട്ടിയൊക്കെ ആകുന്ന ആൾക്കാർക്ക് 15-25 ലക്ഷം വെച്ച് കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് ചെല്ലുന്നത് അവനെ കൊണ്ട് അവർ ലക്ഷങ്ങളെ കോടികളുടെ പണിയാണ് എടുക്കുന്നത്. അത് എടുക്കേണ്ടടുത്ത് എടുക്കേണ്ടെന്ന് നമ്മൾ പറയുന്നത്. പക്ഷേ ഈ പാവങ്ങൾ എടുക്കുന്ന സ്ഥലങ്ങൾ എവിടെയുണ്ടോ, ഇവരിതിന് എന്താ ഇത് എടുക്കാമെന്ന് പറഞ്ഞതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞങ്ങളാരും പോയി പറഞ്ഞില്ല ഇവരോട്. ഇവരിങ്ങോട്ട് വന്നതാ. ഒരു വീട്ടുകാരുടെ 15 ലക്ഷം രൂപ വെച്ച് കൊടുക്കാന്ന് പറഞ്ഞു. ഒരു വീട്ടിലെ ഒരു അംഗങ്ങൾക്ക്, ഒരു കുടുംബക്കാർ. എന്റെ ഈ വീട്ടിൽ 2 കുടുംബക്കാർ താമസമുണ്ടെങ്കിൽ അവർക്ക് 2 കൂട്ടർക്കും ഈ 15 ലക്ഷം വീതം കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇടപാട് നടത്തിയിരിക്കുന്നത്. ഇപ്പൊ അവര് മുകളിൽ എടുത്തേക്കുന്ന ആൾക്കാർക്ക് കുടുംബക്കാർക്ക് മാത്രം കൊടുക്കും. 15 ലക്ഷം മാത്രം. 15 ലക്ഷം മാത്രം എന്ന് ഇപ്പൊ പറയാം. എങ്ങനെയെങ്കിലും ആട്ടെ 15ക്ക് 15 ഇതേന്നും കിട്ടിയാൽ മതിയായിരുന്നു. ഇതിപ്പോ അതൊന്നുമില്ല. വെറുതെ ഇങ്ങനെ ഇതേ മൃഗത്തിന്റെ ചവിട്ടും പേടിച്ച് അടിയും കൊണ്ട് പട്ടിണി ഇവിടെ കിടക്കും. നമുക്കൊരു വഴിയില്ലാത്തതുകൊണ്ട് നമ്മൾ പോകത്തില്ല. ബാക്കിയുള്ളവരുടെ വീട്ടിലാണ് നമ്മൾ പോകും. നമ്മളിപ്പോ ഒരു വാടകയ്ക്ക് വാങ്ങാൻ വെച്ചാൽ 5,000, 6,000 രൂപ കൊടുത്ത് വാടക കൊടുക്കാൻ പറ്റൂ, പണിയെടുക്കാൻ പറ്റൂ. ഒരു പണിയെടുത്തേ ഒരു 10 രൂപ ഉണ്ടാക്കാന്ന് വെച്ചാൽ അത് പറ്റിയാൽ പിന്നെ വീടിന്റെ വാടക കൊടുക്കാൻ പറ്റും. വാടകയ്ക്ക് പോയിട്ട് ആര് വാടക കൊടുക്കും? ഞങ്ങൾക്ക് ചെലവിനാര് തരും? ഇതിപ്പോ ഈ 150 രൂപ മാസം കിട്ടിയാൽ അത് വാടക കൊടുത്താൽ ഞങ്ങൾ അവിടെ ഇരുന്ന് പട്ടിണി ഇരുന്നാൽ മതിയോ? ഞങ്ങൾക്ക് മരുന്ന് വേണം, അരി വേണം, കറി വേണം. മനുഷ്യന്മാർ ജീവിക്കുന്ന കൂട്ടം എല്ലാ സാധനവും വേണ്ടേ. പറമ്പിൽ നിന്ന് 10 വെച്ച് എടുക്കാനില്ല, ആദായമില്ല. അതല്ല ഈ ആൾക്കാർക്ക്. ഇതിലെ വരുന്ന ഉദ്യോഗസ്ഥന്മാർക്കും കാണുന്നവർക്കും എല്ലാം അറിയാം. ഓരോ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ വരുമ്പോണ്ടല്ലോ ഞങ്ങൾക്ക് അത് സാധനങ്ങൾ മേടിച്ചെടുത്ത് ഇതിനിടയ്ക്ക് പോയാൽ സാറിട്ട് ഇപ്പൊ നിങ്ങളോട് പറയുന്നതുകൊണ്ട് ഇവരുടെ വിരോധമൊന്നുമില്ല. അയാളിപ്പോ സ്ഥലന്മാർക്ക് പോയി എന്ന് പറയുന്നു. ഞങ്ങൾക്ക് പൈസ തരുമായിരുന്നു. അയാൾ പറഞ്ഞു എന്തായാലും മേടിച്ച് കഴിച്ചു. നല്ല മനസ്സ്. എന്തായാലും സാധനം മേടിച്ചിട്ട് വരും. ഒന്നെങ്കിൽ പഴമോ ഇല്ലെങ്കിൽ പിന്നെ റസ്കോ എന്തായാലും സാധനം മേടിച്ചുണ്ടാക്കും അറിഞ്ഞു. അങ്ങനത്തെ ഓരോ ആൾക്കാർ നമ്മളെ സങ്കടപ്പെടുന്ന തന്നെ ആൾക്കാർക്ക് സങ്കടമുണ്ട്, അല്ലാത്തവർക്കൊന്നും ഒരു സങ്കടവും ഇല്ല. ഇപ്പൊ പുരുഷന്മാരും ഇവരും എല്ലാ ആൾക്കാരും ഇതിലെ വരുന്നുണ്ട്, നേതാക്കന്മാരെല്ലാം വരുന്നുണ്ട്. ഓരോ ആവശ്യത്തിന് വോട്ട് ചെയ്യാനും വോട്ട് മേടിക്കാനും എല്ലാത്തിനും. പക്ഷെ നമ്മുടെ ഈ കാര്യത്തിലൊന്നും ഇങ്ങനത്തെ ഒരു കാര്യം അവർക്ക് അറിയത്തില്ല. എത്ര പെട്ടെന്ന് ഈ സ്ഥലത്തിന് തരാന്ന് പറഞ്ഞ പൈസ തന്ന് ഇവിടുന്ന് ഇറക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കണം അല്ലേ? അതാണ് നമ്മുടെ ആവശ്യം. നമുക്കിപ്പോൾ വേറെ ആരോട് എന്തും പറയാനില്ല, ഒന്നും പറയുന്നുമില്ല. ഇവർ ഈ പറഞ്ഞ കണക്കിലുള്ള പൈസ നമുക്ക് തരണം. 8 കൊല്ലമായി. ഈ 8 കൊല്ലം അവർ പൈസ എടുക്കുന്നില്ലെങ്കിൽ അതിനുള്ള നഷ്ടപരിഹാരം തരണം. എനിക്ക് ഒരാണ്ടില് 1.5 ലക്ഷം രൂപയുടെ ആദായം കിട്ടുമായിരുന്നു ഈ 5-6 കൊല്ലം മുമ്പ് വരെ. ആദായം എടുത്തിട്ടാണ് ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം 10 പൈസയുടെ ആദായമില്ല. ഇവർ ഈ പറ്റിച്ചത് കാരണം ഞാൻ കോടതി കേസ് കൊടുക്കും. എനിക്ക് 8 കൊല്ലത്തെ നഷ്ടപരിഹാരം എന്താണെന്ന് പറഞ്ഞു. എത്ര തെങ്ങുണ്ടെന്നറിയോ? 20 തെങ്ങുണ്ട്. ഒരൊറ്റ തേങ്ങ കിട്ടുന്നില്ല. മുഴുവനും കുരങ്ങ് പറിച്ചു, അണ്ണാനും പറിച്ചു കളയാം. ഇവരെന്നോട് പറഞ്ഞ് അപേക്ഷ കൊടുത്തു 5-8 അപേക്ഷ കൊടുത്തു. ഈ തേങ്ങ നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. നഷ്ടപരിഹാരത്തിന് പൈസ കിട്ടുന്നു. ഒരു അപേക്ഷ കൊടുത്തോളാൻ പറഞ്ഞു. അപേക്ഷ കൊടുത്തു. ഇപ്പം നമ്മളീ നടന്ന അപേക്ഷ കൊടുത്ത് നമ്മുടെ കയ്യിലെ പൈസ പോയതല്ലാതെ 10 പൈസ അതിനുമില്ല. ഈ 15 ലക്ഷം രൂപ ഒരു വീട്ടിൽ 2 കുടുംബക്കാരുണ്ടെങ്കിൽ ആ 2 കുടുംബക്കാർക്കും 15 ലക്ഷം വെച്ച് കൊടുക്കാം. എൻ്റെ മകന് ഒരു കുടുംബം, ഒന്ന് ഞാൻ, എൻ്റെ നമ്പർ 10, അങ്ങനെ 2 കുടുംബം. മകൻ കല്യാണം കഴിഞ്ഞാണോ? അപ്പം 30 ലക്ഷം രൂപ കിട്ടണം നമുക്ക്. അവർ പറഞ്ഞ കണക്ക് 2 കുടുംബമാണ് നമ്മുടെ ഉള്ളത്. 4 കുടുംബം ഉണ്ടായിരുന്നു. അവർ 2 പേര് പോയി. അവന് പിരിഞ്ഞു പോയി. അതൊരു മകനാ. അവൻ മരിച്ചുപോയി. എത്ര വർഷമായി? അതിപ്പോ 5 വർഷമായി. കൂടുതലാവും പോയത് നമുക്ക് പറ്റിയത് കേട്ടോ. ഇല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിൽക്കൂലായിരുന്നു. എങ്ങനെയാലും നമ്മൾ അവനെ വരച്ചോണ്ട് പോയി. അവൻ ചെലവ് തന്നോണ്ട് തന്നെ അവനോട് ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ. ഈ ചട്ടിന്റെ ഇടപാടൊക്കെ നടക്കുമ്പോൾ അവനിവിടെ ഉണ്ട്. നമുക്ക് നോക്കാം, ശരിയാവുമെന്ന് നോക്കാം. നമ്മളീ പറഞ്ഞൊന്നും നുണയുന്നല്ല, എല്ലാം വേറായ കാര്യങ്ങളാണ്. അല്ല, നമ്മൾ കാണുന്നുണ്ടല്ലോ നേരിട്ട്. നമ്മൾ പറയേണ്ട ഒരു ആവശ്യവുമില്ല. ഇതെല്ലാം ബിരു പടുത്തേക്ക് കൂട്ടിയ പടിയാണെന്നാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഉറപ്പിച്ച് തന്നെ പറയാൻ പറ്റും. കാരണം ഈ 8-10 കൊല്ലം വരെ ഞാൻ ഒരാളുടെയും കാല് പിടിക്കാതെ ജീവിച്ചതാണ് ഞാൻ. ശരിക്ക് പണിയെടുത്താ പകലും രാത്രിയും പണിയെടുത്തതാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരുന്നത്. അറിഞ്ഞോ? പക്ഷെ ആദായങ്ങളെല്ലാം അങ്ങ് പോകാൻ തുടങ്ങിയപ്പോൾ മൊത്തം പോയി. നമ്മൾ പണിയെടുക്കാൻ പറ്റുന്നില്ലല്ലോ. എന്നാൽ ഇവരിത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ആരെ കൊണ്ടെങ്കിലും കണ്ണ് കാണാവുന്നവരെ ഇല്ലാത്തവരെ കൊണ്ടോ എങ്ങനെയാലും പറഞ്ഞിട്ട് കുറേശ്ശെ പണിയാനും ചെയ്യിപ്പിച്ചാൽ. ഇതിപ്പോ നമ്മൾ ഒന്നാമത് കാര്യത്തിലുള്ള കാശ് വല്ലവരെയും കൊണ്ട് പണിയെടുപ്പിച്ച് നമ്മളെ പോർഷി പണിതിട്ട് കാര്യമുണ്ടോ? ഇവര് അത്യാവശ്യം എടുത്ത് പോയാൽ പിന്നെ നമ്മുടെ ആ കാശും പോയി, ഈ കാശും പോയില്ല. എടുക്കുന്നുള്ള പ്രതീക്ഷിക്കാതെ പണിയെടുക്കാതിരിക്കുന്നല്ലേ? അത് എടുക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ജനങ്ങൾ മുഴുവൻ നിൽക്കുന്നേ. നമ്മളിപ്പോൾ കണ്ടത്, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചേട്ടൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടു. ഇതാണ് കേട്ടോ ഈ പ്രദേശത്തുള്ള ആളുകളുടെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ. ഇതാണ് ഈ ചേട്ടൻ്റെ വീട്. ഞാനിപ്പോൾ ഇവിടെ അന്വേഷിച്ച് പിടിച്ച് വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. അതായത് ഈ സ്ഥലം, ചെറിയൊരു സ്ഥലം
ഗവൺമെൻറ് ഏറ്റെടുത്ത് ഫോറസ്റ്റിലേക്ക് ചേർക്കാം, അല്ലെങ്കിൽ അതിനൊരു 15 ലക്ഷം രൂപ വെച്ച് അവർക്ക് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ ഉള്ളതുകൊണ്ടാണ് അവർ ഈ പറമ്പിലൊന്നും അധികം കൃഷിയൊന്നും ചെയ്യാതിരുന്നത്. ഇവിടെ ഒത്തിരി വീടുകളും ഇതേപോലെ ഇതേ സാഹചര്യം, ഇതേ സ്ഥിതി നേരിട്ട് കൊണ്ട് പോകുന്നുണ്ട് എന്നുള്ളത് ആണ് ആ ചേട്ടനിപ്പോൾ പറഞ്ഞ കേട്ടോ. വളരെ ഭീകരമാണ് ഈ അവസ്ഥ. ഞാനിപ്പോൾ വന്ന വഴിക്ക് കണ്ട കാഴ്ചയൊക്കെ നിങ്ങൾ കണ്ടതാണ്. ഏതോ ഒരു വന്യജീവിയുടെയാണ്, അതെന്ത് ജീവിയുടെയാണ് ആ ചേട്ടൻ പറയുന്നത്, കടുവയുടെ ആണെന്നും പുലിയുടെ ആണെന്നൊക്കെ പറയുന്നു. ഏതായാലും ആയിരിക്കാനുള്ള സാധ്യത ഉണ്ട്. ഏതായാലും അതിനകത്ത് രോമവും കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അതുപോലെ ഡേഞ്ചറസ് ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെയാണ് ഈ കണ്ണ് കാണാതെ ഈ ചേട്ടൻ ഇങ്ങനെ നിൽക്കുന്ന ചേച്ചി മാത്രമുള്ള, ചേച്ചിക്കും കേൾവിക്ക് കുറവുണ്ട് എന്നുള്ള രീതിയിലൊക്കെയാണ് കേട്ടോ. കേട്ടോ, തെങ്ങൊക്കെ തുറന്ന് വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാം. തെങ്ങിൻ്റെ മുകളിലൊന്നും തേങ്ങയൊന്നും ഇല്ല കേട്ടോ, എല്ലാം കാലിയായി. ആ ചേട്ടൻ പറഞ്ഞ കറക്റ്റാണ്. മൊത്തം ഈ കുരങ്ങും മലയണ്ണാനും ഒക്കെ ആയിട്ട് തീർക്കുവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ബുദ്ധിമുട്ട് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇത്രയും മലയ്ക്കാണ്, ഒത്തിരി മുകളിലാണ്. ഞാനിവിടെ തന്നെ എത്ര ദൂരം മെനക്കെട്ടാണ് ഞാൻ ഈ ഒരു വഴിക്ക് ഇവിടെ വന്നതെന്നുള്ളത്. അടുത്ത റൗണ്ട് ഞാനിവിടെ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ വഴി, ഈ ഇങ്ങോട്ട് വരുന്ന വഴിയെല്ലാം കാണിച്ചു തരാം കേട്ടോ. ഏതായാലും ആ 2 പേര്, ഈ ചേട്ടനും ഈ ചേച്ചിയും, ഈ ഒരു ഇത്രയും ഭീകരമായ ഒരു സ്ഥലത്ത് അവരുടെ അവസ്ഥ നമ്മൾ കണ്ടു. ഇത്രയും ദൂരമൊക്കെ ഇവർക്ക് കയറി വരാൻ പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ കണ്ണും കാണാതെ ഇങ്ങനെ ജീവിക്കാൻ കേട്ടോ. ആ ചേച്ചി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഇവരിത്രയെങ്കിലും ഇവിടെ പിടിച്ചു നിൽക്കുന്നത്. പക്ഷേ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. എത്രയും പെട്ടെന്ന് ഇവരെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് ആ ഒരു പൈസ കൊടുത്ത് ഇവരെ ഇവിടുന്ന് മാറ്റുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അകത്തൊരു പോംവഴി എന്ന് പറയുന്നത്. അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. ഞങ്ങൾ പോവില്ല, ഇവിടെ കിടന്ന് വരിക്കും, ഇത്രയേ ഉള്ളൂ. അത് നമുക്ക് നോക്കാം, എന്തെങ്കിലും മാറ്റം വരുമോ നോക്കാം. അത്രയും കഷ്ടത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങളുടെ കഷ്ടം അറിയണമെങ്കിൽ ഇവിടെയുള്ള അയൽവങ്കാരോടൊന്നും ചോദിച്ചാൽ ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളെപ്പോഴും താഴെ പോകേണ്ട വരുന്നുണ്ട്. അവർ നോക്കുമ്പോൾ ഒന്നും അറിയില്ല. പക്ഷേ ഞങ്ങളുടെ പട്ടിണിയും വിവരം അറിയണമെങ്കിൽ നമ്മുടെ വീട്ടിൽ വരണം. ആർക്കും നമ്മുടെ വീട്ടിൽ വന്നാൽ അറിയാം. പറയുമൊന്നും വേണം ആരോടും. ദൈവത്തിനോട് മാത്രം പറയുക, ഞങ്ങളെ ഇവിടുന്ന് എങ്ങനെയാലും ഇവരെ കൊണ്ടൊന്ന് രക്ഷപിടിപ്പിച്ച് വിടണമെന്ന്. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾക്ക് തരുന്ന പൈസ ഇതാണ്. 4000 രൂപ കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. ജീവിക്കുന്നത്. വേറൊരു മനുഷ്യൻ പൈസ തരുമോ? ആരെങ്കിലും ഒരു 10 പൈസ വെറുതെ തരുമോ? നിങ്ങൾ കഞ്ഞി കുടിച്ചോ, കൊണ്ടോക്കോ, നിങ്ങൾക്കൊന്നും ഇല്ലെന്നും എന്നാരെങ്കിലും സംഭവിക്കോ? തരുമോ? ഒറ്റ മനുഷ്യൻ തരുന്നില്ല, തരികയില്ല. ഇവരൊക്കെ നമ്മളെ ഓർത്ത് ഇവരെക്കാളും വലിയ പണക്കാരായിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നതെന്നാണ് ഇപ്പോൾ ഇവർ വിചാരിക്കുന്നത്. നമ്മൾ പട്ടിണി കിടക്കുന്നതോ കഴിക്കുന്നതൊന്നും അവരറിയുന്നില്ല. ഒരു മനുഷ്യനും നമ്മളാരോടും ചോദിക്കാനും പോണില്ല. ഞങ്ങൾക്ക് അങ്ങനെ പിള്ളേരൊന്നും തരാനില്ല. ഞങ്ങളെക്കാളും കഴിവെട്ടാണ് ഈ 5 പെണ്ണുങ്ങൾ 4 പെണ്ണുങ്ങളും ഈ ചെറുക്കനും ജീവിക്കുന്നു. അവർക്കെല്ലാം 2-3 പെൺമക്കളുണ്ട്. അപ്പോൾ അവരെ നോക്കുമോ ഞങ്ങളെ നോക്കൂ? നമുക്ക് നോക്കാം ചേട്ടാ, എന്തെങ്കിലും നമുക്ക് ആരെങ്കിലും വരാതിരിക്കാലോ, നമുക്ക് നോക്കാം കേട്ടോ. ഓക്കെ. ഞങ്ങളുടെ പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവർ ഇതിലും കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് കരഞ്ഞേനെ. പക്ഷെ അവരിവിടെ ഇല്ലാഞ്ഞ നന്നായി. അവരുടെ സങ്കടം ഒരു മനുഷ്യൻ കാണുന്നില്ല. എൻ്റെ ഭാര്യയുടെ ഭയങ്കര സങ്കടമാണ് അവർക്ക്. പിന്നെ ഇങ്ങനെ നടക്കുന്നു, ആരെങ്കിലും എന്തെങ്കിലും തരുന്നു, അത് കഴിക്കുന്നു എന്നല്ലാതെ ഒരു 10 പൈസയ്ക്ക് എവിടെയാലും പോയി പണിയെടുക്കാനോ 10 പൈസ ഉണ്ടെങ്കിൽ ആ താഴെ പോയി സാധനം മേടിക്കാനോ കഴിയാത്തൊരു പെണ്ണുങ്ങളാണ്. ഇപ്പം മരുന്ന് മേടിക്കാനായിട്ട് പോയേക്കോ അല്ലേ? മരുന്ന് മേടിക്കാൻ പോയതാ. അപ്പം ഇവിടെ ഈ അടുപ്പ് കത്തിക്കുന്നതൊക്കെ എന്താ ഉണ്ടാക്കി? അടുപ്പ് വിറകണോ? അത് ഞങ്ങൾ വിറക് എങ്ങനെയാലും പെണ്ണുങ്ങളെ എവിടെന്നെങ്കിലൊക്കെ പെറുക്കിക്കൊണ്ടിരും. അതിൽ അവിടെ കിടക്കുന്നുണ്ട്. അത് മഴക്കാലമായാലും അത് കത്തുപോയില്ല. മഴ നനഞ്ഞു പോയാൽ അത് സൂക്ഷിച്ചു വെക്കാനൊരു സ്ഥലമില്ല. ഗ്യാസ് അടുപ്പില്ല? ഗ്യാസ് അടുപ്പുണ്ട്. അതിപ്പോ ഗ്യാസ് തീർന്ന പിന്നെ എന്താ ചെയ്യാൻ പറ്റും? നമ്മുടെ പിന്നെ 1500 രൂപ ഉണ്ടെങ്കിലേ ഗ്യാസ് കിട്ടുള്ളൂ. 1500 രൂപയോ? അതിന് അത്ര പൈസ? 800 രൂപ കണ്ട് കൊടുക്കണ്ടേ? 800-900 രൂപ കൊടുക്കണം. 950 അങ്ങനെ എന്താ കുറ്റിക്ക് കൊടുക്കണം. അതിവിടെ കൊണ്ടിരുന്നതിന് 600 രൂപ കൊടുക്കണം. ഓ, എത്ര 600 രൂപ മേടിക്കുന്നുണ്ടല്ലേ? അയ്യോ, ജീപ്പുകാരെ ഇവിടെ കൊണ്ടുതരുമോ? ഇവിടെ കൊണ്ടുതരും. ഓ, കഷ്ടം തന്നെ അല്ലേ? ഭയങ്കര കഷ്ടമാണ് നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു മനുഷ്യനോട് പറയാൻ പറ്റിയല്ല. അതായത് ഈ കോൺക്രീറ്റ് തീരുന്നിടം വരെ വണ്ടി വരികയല്ലേ? ഇല്ല, വരികയല്ല. വണ്ടി താഴെ വരെ വരുവുള്ളൂ. അങ്ങ് താഴെ വരെ? അങ്ങ് താഴെ വരെ വില്ല റോഡില്ലേ, അവിടെ വരെ വരുവുള്ളൂ. അവിടുന്ന് പിന്നെ ആൾക്കാർ ഓരോരുത്തരും സ്വന്തമായിട്ട് വീട്ടിലോട്ട് കൊണ്ടുവരണം. അങ്ങനെ എനിക്കെടുക്കാനും ചവക്കാനും പോകാൻ പറ്റാത്തത് കൊണ്ടാണ് 600 രൂപ മുടക്കി അവർ ഇങ്ങോട്ട് കൊണ്ടുതരുന്നത്. കൊണ്ടുതരുന്നത്. അവർ കൊണ്ടുതരുമല്ല, നമ്മൾ വിളിച്ചവരെ ഏൽപ്പിക്കണം. ചേച്ചിയുടെ പേരെങ്ങനെയായിരുന്നു? അന്നമ്മ. നിങ്ങൾക്ക് കുടിവെള്ളം എങ്ങനെയാ ഇവിടെ? കുടിവെള്ളം കാട്ടിന്ന് വരിക. കാട്ടിന്ന് പൈപ്പ് ഇട്ട് എടുത്തേക്കോ അല്ലെ? പൈപ്പ് ഇട്ട് എടുത്തേക്കോ. അത് നിന്ന് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതെന്ത് പോയി കഴിഞ്ഞാൽ വെള്ളം കുടിക്കാതിരിക്കും. വേറെ ഇവിടെ എങ്ങും ഒരു വെള്ളമില്ല. പിന്നെ ആരെങ്കിലും പോയി തിരിച്ചു തരണം അല്ലേ? ആരെങ്കിലും പോയി തിരിച്ചു തരണം. ചേച്ചിക്ക് ഒന്നും തന്നെ പോകാനും പറ്റിയല്ലോ അല്ലേ? അവിടുന്ന് 1 കിലോമീറ്റർ പോകണം. എന്നെ മുകളിലേക്ക്. അതിന് താവട്ടൊന്നും വെള്ളം ഇല്ല. ആരെങ്കിലും നാട്ടുകാരൊക്കെ വിചാരിക്കണം അല്ലേ? പിന്നെ വെള്ളം നാട്ടുകാർ അയലങ്കാരെ വിചാരിച്ചാലേ നമുക്ക് വെള്ളം കൂടി കിട്ടും. ചേട്ടൻ്റെ കുടിവെള്ളം കേട്ടോ ഈ കാണുന്നതാ. ഇവിടെ പൈപ്പ്
നമുക്കിവിടെ കാണാം. ഇതേപോലെ പൈപ്പ്, ഈ പൈപ്പിൻ്റെ വെള്ളത്തിലാണ് ഇതുണ്ടോ, ഇതേപോലെ മലയ്ക്കുന്ന് കാട്ടിൽ നിന്ന് 1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഈ പൈപ്പിൽ കൂടെ ഇതുണ്ടോ എയർ തള്ളുന്ന ഒച്ചയൊക്കെ കേൾക്കാം. ഇതേപോലെ ഇങ്ങനെയാണ് വെള്ളം വരുന്നത് കേട്ടോ. ഇത് നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇത് തിരിക്കണമെങ്കിൽ ഇവർ ആ 1 കിലോമീറ്റർ മുകളിലേക്ക് നടക്കണം കേട്ടോ. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ആ ചേച്ചിക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റിയല്ല. ഇത് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് തലയിറങ്ങുന്നു. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഈ വീട്ടുകാരുള്ള. ഞാൻ പോട്ടെ കേട്ടോ, ഞാൻ വേറെ ഒരു ദിവസം വരാവേ കേട്ടോ. വരും, ഉറപ്പായിട്ടും വരും കേട്ടോ. ഓക്കെ. ഇവിടെ വരുമ്പോഴൊക്കെ ഒരു ആനച്ചൂര് നല്ല രീതിയിൽ ഉണ്ട് കേട്ടോ. ഇതാ ചേട്ടൻ്റെ വീട് കഴിഞ്ഞിട്ട് ഇച്ചിരി കൂടെ മുന്നോട്ടുള്ള വഴിയാണ്. ഞാൻ നേരത്തെ ഇതുണ്ടോ ആനപ്പിണ്ടം കിടക്കുന്നുണ്ടോ, ഈ ഭാഗത്ത് ഈ ഭാഗത്തോടെ എങ്ങാണ്ടായിരുന്നു ആന ഉണ്ടായിരുന്നത്. ഇതിൻ്റെ മുകളിലേക്ക് ഇനിയും 2 വീടും കൂടെ ഉണ്ട് എന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് കേട്ടോ. പറ്റുമായിട്ടല്ലേ, എനിക്ക് സുഖമില്ല. ചവിട്ടി കയറി മടുത്തു പോയില്ലേ? ചേട്ടന് ഗുളിക മേടിക്കണം. തീർന്നു പോയി. ഓട്ടോറിക്ഷയ്ക്ക് വന്നേ? ഓട്ടോറിക്ഷയ്ക്ക് പോകുന്നത് ഓട്ടോറിക്ഷയ്ക്ക്. ആണല്ലേ? 300 രൂപ 150 രൂപ അങ്ങോട്ട് ഇങ്ങോട്ട്. എവിടെ ഉണ്ടാവും പൈസ? പെൻഷൻ പൈസ കിട്ടിയാൽ അത് അതിനുള്ള മരുന്ന്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്ന് ആശുപത്രി പോയി വരണമെങ്കിൽ 1 ദിവസത്തെ പണിയല്ലേ? 2 കണ്ണ് കാണൂല. അതെ എന്നോട് പറഞ്ഞു. ഞാനേ മറ്റൊരു ദിവസം ഞാൻ ഒന്നുകൂടെ വരാം കേട്ടോ. ഒന്നുകൂടെ വരുന്നുണ്ട്. അപ്പം ഞാൻ വിശദമായിട്ട് കണ്ടോളാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നപ്പോൾ കണ്ട ഒരു കാഴ്ച കേട്ടോ. ആ കാട്ടാന ഇവിടെ ഇറങ്ങിയതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു വിഷയം എടുക്കാനായിട്ട് ഇവിടെ വന്നെങ്കിൽ പോലും വളരെ യാദൃശികമായിട്ട് ആ 2 ആത്മാക്കളെ കണ്ടുമുട്ടുകയായിരുന്നു. ആ ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട് വളരെ സങ്കടം തോന്നുന്നു കേട്ടോ. പ്രത്യേകിച്ച് കുടുംബനാഥന് കണ്ണ് കാണുന്നതോടെ ചെയ്യില്ല എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് ഇത്തരം വന്യമൃഗങ്ങളൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് എല്ലാത്തരം വന്യമൃഗങ്ങളും ഉണ്ട്. ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടാണ്. കടുവയും പുലിയൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞാണ്. പോരുന്ന വഴിക്കൊക്കെ നമ്മൾ വന്യജീവികളുടെ കാട്ടമൊക്കെ കിടക്കുന്നത് കണ്ടാണ്. അതുപോലെ തന്നെ ആന ഇറങ്ങുന്നുണ്ട്. എല്ലാത്തരം വന്യജീവികളുമുള്ള, പാമ്പടക്കമുള്ള എല്ലാ ജീവികളുള്ള ഒരു പ്രദേശത്ത് ഈ 2 ആത്മാക്കൾ ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുകയാണ്. അവർക്ക് പട്ടിണി പോലും ഉണ്ടെന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ അവരെ എന്തെങ്കിലും ഒരു തരത്തിൽ ഒന്ന് സഹായിക്കണം എന്നൊരാഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് അവർക്ക് എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ, അവർക്ക് പട്ടിണി കൂടാതെ ഇവിടെ താമസിക്കാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണമെന്നുണ്ട്. പ്രത്യേകിച്ച് അരി പോലെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള ആളുകൾ, എനിക്കറിയാം ഈ ചാനലിൻ്റെ തുടക്കകാലം മുതൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ഈ ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് കാര്യം ഞാനിങ്ങനെ അത്ര ആവശ്യമുള്ള ആളുകളുടെ കാര്യം മാത്രമേ ഞാൻ ഇതിനകത്ത് അവതരിപ്പിക്കാറുള്ളൂ. ഏതായാലും അങ്ങനെ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഒത്തിരി ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഇനിയും ആ ഒരു സപ്പോർട്ട് ഉണ്ടാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും അതിനൊരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് അറിയിക്കുക. നമ്മൾ വരും ദിവസങ്ങളിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഇങ്ങോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന്, ഒത്തിരി ലേറ്റ് ആക്കരുത്. നിങ്ങളൊന്ന് അറിയിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരു കമൻറ്റായിട്ട് അടിയിലൊന്ന് ഇടുക, അല്ലെങ്കിൽ എനിക്കൊന്ന് മെസ്സേജ് അയക്കുക. അപ്പോൾ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഇവരെ കാണാനായിട്ട് ഒരു പ്രാവശ്യം കൂടെ വരിക കേട്ടോ. വളരെ സങ്കടം തോന്നിയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് കേട്ടോ. ഏതായാലും ഇത്രയൊക്കെയാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.